ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം രാവിലെയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ പോകുന്നത് ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. ഈ ദിവസത്തെ സജീവമാക്കാൻ പോകുന്ന വാർത്തകളുടെ തുടക്കത്തിലേക്കാണ്. അതിലേറ്റവും പ്രധാനം എല്ലാവർക്കും അറിയാവുന്നതുപോലെ സംസ്ഥാനത്തെ BJPക്ക് ഒരു പുതിയ അധ്യക്ഷൻ വരുന്നു. ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെയായിരുന്നു ഇന്നലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ വരും എന്ന വാർത്ത വന്നത്. അത് ആരും അത്രയധികം പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ പുതിയൊരു മുഖം കൊണ്ടുവരാൻ കഴിയുമോ എന്ന വലിയൊരു അന്വേഷണത്തിലാണ് BJP. ഇന്ന് ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാവും. അതാണ് ഈ ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. ആശമാരുടെ സമരം 43 ദിവസങ്ങളായി തുടരുകയാണ്. കഴിഞ്ഞ 4-5 ദിവസമായി അവർ നിരാഹാര സമരത്തിലാണ്. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു കൂട്ട ഉപവാസമാണ് ആശമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത്. കാര്യമായി വേനൽ മഴ കിട്ടുന്നുണ്ട്. പക്ഷെ അപ്പോൾ പോലും ചൂട് കൂടുമെന്നൊരു മുന്നറിയിപ്പുണ്ട്. അങ്ങനെ വാർത്തകൾ ഒരുപാടുണ്ട് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ. നമുക്ക് ആദ്യം തലക്കെട്ടുകൾ നോക്കാം. BJP സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖറിനെ ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. പ്രഖ്യാപനം സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ 11 മണിക്ക്. ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരം 43-ാം ദിവസം. നിരാഹാര സമരം ഇന്ന് 5-ാം ദിവസത്തിലേക്ക്. സമരവേദിയിൽ ഇന്ന് കൂട്ട ഉപവാസം. ലഹരി വിരുദ്ധ നടപടികൾ ശക്തിപ്പെടുത്താൻ മുഖ്യമന്ത്രി വിളിച്ച യോഗം ഇന്ന്. പോലീസ്, എക്സൈസ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം 2 കിലോ കഞ്ചാവ് പിടിച്ചു. സംസ്ഥാനത്ത് പരക്കെ വേനൽ മഴയ്ക്ക് സാധ്യത. വേനൽ മഴ 98% അധികം പെയ്തു എന്ന് കാലാവസ്ഥാ കേന്ദ്രം. കനത്ത ചൂട് പക്ഷേ തുടരും. ഡൽഹിയിൽ ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയതിൽ ദുരൂഹത തുടരുന്നു. പോലീസും ഫയർഫോഴ്സും 2 തട്ടിൽ. എത്ര പണം കിട്ടി എന്നതിലും ആശയക്കുഴപ്പം. ഗാസയിൽ മരണം 1.5 ലക്ഷം കടന്നു. വ്യാപക ആക്രമണം തുടർന്ന് ഇസ്രയേൽ. കൂട്ടപ്പലായനവും ആക്രമണവും വേദനിപ്പിക്കുന്നതായും ചർച്ചകൾ പുനരാരംഭിക്കണമെന്നും മാർപ്പാപ്പ. എമ്പുരാനെ വരവേൽക്കാൻ ഒരുങ്ങി മോഹൻലാൽ ആരാധകർ. പടക്കം പൊട്ടിച്ചും ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചും ആഘോഷം. കണ്ണൂർ മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. പ്രതികൾ CPM പ്രവർത്തകർ. 9 പ്രതികളും കുറ്റക്കാർ. IPL-ൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് ജയം. താരമായി മലയാളി താരം വിഘ്നേഷ് പുത്തൂർ. രാജസ്ഥാൻ റോയൽസിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിനും ഇന്നും ജയം. ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വിശദമായ വാർത്തകളിലേക്ക് പോകാം. BJP സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖറിനെ ഇന്ന് രാവിലെ 11 മണിക്ക് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. തിരുവനന്തപുരം ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന BJP സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയായിരിക്കും പ്രഖ്യാപനം നടത്തുക. VV വിനോദ് വിവരങ്ങളുമായി. വിനോദ്, അങ്ങനെ BJPക്ക് ഒരു പുതിയ മുഖമുണ്ടാവുകയാണ്. അത് ഇതുവരെ ഇല്ലാത്ത തരത്തിലൊരു ടെക്നോക്രാറ്റ് മുഖമാണ്. അതായത് ഇനി സംസ്ഥാന BJPയിൽ ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വത്തിന്റെ നേരിട്ടുള്ള ഇടപെടൽ തന്നെ നമുക്ക് കാണാം. ആ രീതിയിലേക്കൊക്കെ ഇന്നലെ വൈകുന്നേരമാകുമ്പോഴേക്കും വിലയിരുത്തലുകൾ പോയിരുന്നു. ഇന്ന് എപ്പോഴത്തേക്കാണ് പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിക്കുന്നത്? എങ്ങനെയൊക്കെയാണ് ആദ്യഘട്ടത്തിൽ പ്രതികരണങ്ങളെല്ലാം പോസിറ്റീവാണ്. വിശകലനങ്ങൾ വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? ശ്രീജ, 10 മണിക്കാണ് സംസ്ഥാന കൗൺസിൽ യോഗം ചേരുന്നത്. 11 മണിയോടുകൂടി പ്രഖ്യാപനം ഉണ്ടാകും. കഴിഞ്ഞ ദിവസം തന്നെ രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. പക്ഷേ അതൊരു സാങ്കേതിക നടപടിക്രമം മാത്രമാണ്. കാരണം കേന്ദ്രം മുകളിൽ നിന്ന് നൽകുന്ന ഒരു പേര്, ആ ഒരു പേര് മാത്രമേ
കോർ കമ്മിറ്റിയിലേക്ക് എത്തുകയുള്ളൂ. കോർ കമ്മിറ്റിയിൽ കഴിഞ്ഞ ദിവസം ഈ പേര് പറയുകയും ബാക്കിയുള്ളവർ അത് പിന്തുണയ്ക്കുകയും ചെയ്തു. തിരഞ്ഞെടുപ്പ് പ്രക്രിയ എന്നൊരു കാര്യം BJPയെ സംബന്ധിച്ചില്ല. 5 വർഷം പൂർത്തിയാകുന്ന പ്രസിഡന്റ് ഒഴിഞ്ഞ് പുതിയ ആൾ വരുന്ന കീഴ്വഴക്കമാണ്. പക്ഷേ ഇവിടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് കേരളത്തിലെ നേതാക്കളെ ആരും തന്നെ, അതായത് പരമ്പരാഗതമായി നിൽക്കുന്ന നേതാക്കളുണ്ട്, അത് കൃഷ്ണദാസ് പക്ഷമെന്നും മുരളീധര പക്ഷമെന്നും പറഞ്ഞ് 2 വിഭാഗങ്ങളായി നിൽക്കുക. അതിൽ തന്നെ കുറുമുന്നണികളുണ്ട്, തമ്മിൽ പോരുണ്ട്. ഇതിൽ പലരും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തണമെന്ന ആഗ്രഹവുമായി നിന്നതാണ്. ഒരുപക്ഷെ കെ സുരേന്ദ്രൻ തന്നെ ഈ പദവിയിൽ തുടർന്നേക്കുമെന്ന ചില അഭ്യൂഹങ്ങളും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന വിഭാഗമൊക്കെ അങ്ങനെ കരുതിയിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, തിരുവനന്തപുരത്ത് നല്ലൊരു മത്സരം കാഴ്ചവെച്ച് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം 1 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ശശി തരൂരിനെ 15,000-ലേക്ക് കൊണ്ടുവരുന്ന തരത്തിലൊരു പോരാട്ടം. അത് ചുരുങ്ങിയ സമയം കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയുമധികം വോട്ടുകൾ നേടാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരു വ്യക്തിയെ കൊണ്ടുവരുന്നു. മാത്രമല്ല BJPയെ സംബന്ധിച്ച് ഇതൊരു വലിയ പരീക്ഷണമാണ്. ഡിസംബറിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുന്നു. സംഘടനാ സംവിധാനത്തിൽ തീർത്തും പരിചയമില്ലാത്ത ഒരാളെയാണ് കൊണ്ടുവരുന്നത്. ഒരുപക്ഷെ ഈ താഴെത്തട്ടിൽ ബൂത്ത് തലം മുതലുള്ള പ്രവർത്തകരെ ആ സംഘടന എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ആ മേഖലയിലൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്നൊക്കെ പ്രവർത്തിച്ച് പരിചയമില്ലാത്ത ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് ധാരണയുണ്ട്. അത് വ്യക്തമായ കാര്യമാണ്. തിരഞ്ഞെടുപ്പ് സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്വന്തം സംവിധാനം തന്നെ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. പാർട്ടി സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി പാർട്ടിയിൽ നിന്ന് ചില കേന്ദ്രങ്ങളിൽ നിന്ന് കാര്യമായ പിന്തുണ രാജീവ് ചന്ദ്രശേഖറിന് ലഭിച്ചില്ല എന്നൊരു വിലയിരുത്തലും നിരാശയും അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകൾക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തോൽവിക്ക് പോലും അത് കാരണമായി എന്ന ഒരു വിലയിരുത്തൽ. അവിടെയാണ് ഈ സജീവമായി രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേര് പരാമർശിക്കാതിരുന്ന സ്ഥലത്തേക്ക്, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ തന്നെ വരുന്നത്. അത് കൃത്യമായി ഒരു സൂചനയാണ്, സന്ദേശമാണ്. ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖറിനെതിരെ നിലപാടെടുത്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി അങ്ങനെ പ്രവർത്തിക്കാതെ നിന്ന ആളുകൾക്കുള്ളൊരു സന്ദേശം കൂടിയാണ്. ഇനി അത്തരം ഗ്രൂപ്പ് പോരുകൾ ഉണ്ടായാൽ ഒരുപക്ഷെ ഇതുവരെ നമ്മൾ BJPയിൽ കണ്ട നടപടികളായിരിക്കില്ല. കേന്ദ്രത്തിൻ്റെ ഒരു നേരിട്ടുള്ള ഇടപെടൽ നമ്മൾ പലപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രത്തിൻ്റെ നിരീക്ഷണമുണ്ട്, കേന്ദ്രം കേരളത്തിലെ കാര്യങ്ങൾ വിലയിരുത്തുന്നു എന്നൊക്കെ പറയുമ്പോഴും അങ്ങനെ കേരളത്തിലേക്ക് ഒരു നടപടി, കടുത്ത നടപടികളോ ആ തരത്തിലുള്ള ഒരു പിടി മുറുക്കിക്കൊണ്ടുള്ള ഒരു കാര്യത്തിലേക്കോ ഒന്നും തന്നെ കേന്ദ്രം പോയിരുന്നില്ല, കേന്ദ്ര നേതൃത്വം പോയിരുന്നില്ല. പക്ഷേ ഇനി ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കും. കാരണം പുതിയൊരു ശാക്തിക ചേരിയാണ് BJPക്കുള്ളിൽ ഉദയം ചെയ്തിരിക്കുന്നത്. അത് രാജീവ് ചന്ദ്രശേഖർ, സുരേഷ് ഗോപി, ആ തരത്തിൽ പുതിയൊരു നിര BJPയിൽ ശക്തി കേന്ദ്രമായി വരുന്നു. ഇവരെ സംബന്ധിച്ച് പണ്ട് സംസ്ഥാനത്തെ നേതാക്കൾ, മുതിർന്ന നേതാക്കൾ വഴിയൊക്കെയാണ് ഡൽഹിയിൽ ബന്ധപ്പെടുന്നത്, അവിടുത്തെ നേതാക്കളെ കാണുന്നതും ഇവരുടെ കാര്യങ്ങൾ പറയുന്നതുമെങ്കിൽ ഇവർക്ക് അങ്ങനെ ഇടനിലക്കാരുടെ ആവശ്യമില്ല. എല്ലാവർക്കും ഡയറക്റ്റ് ആക്സസ് ആണ്. അത് പ്രധാനമന്ത്രി ആകട്ടെ, അമിത്ഷാ ആകട്ടെ, യോഗി ആദിത്യനാഥ് ആകട്ടെ, അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുമായി നേരിട്ട് JP നദ്ദ ആകട്ടെ, പാർട്ടി അധ്യക്ഷനെയൊക്കെ കാണണമെങ്കിൽ ഇവർക്ക് മറ്റാരുടെയും ശുപാർശയില്ലാതെ കാണാൻ കഴിയുന്ന, ബന്ധപ്പെടാൻ കഴിയുന്ന, കാര്യങ്ങൾ ധരിപ്പിക്കാൻ കഴിയുന്ന അവസരവും സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ തരത്തിലുള്ള ഗ്രൂപ്പ് പോരുകൾ ഉണ്ടായാൽ അത് കേരള BJPയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം എന്തെന്ന് ഇനി കണ്ടറിയണം. കാരണം ഇതൊരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. BJPയെ സംബന്ധിച്ച് ഒരു കാലഘട്ടമാണ്. അത് പാർട്ടി പ്രതിസന്ധിയിലായാലും അല്ലെങ്കിൽ BJP പ്രതീക്ഷിക്കുന്നത് പോലെ വോട്ട് വിഹിതം കൂടുതൽ വർദ്ധിച്ച് കൂടുതൽ സീറ്റുകൾ നേടി കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ അധികാരത്തിലെത്തി അടുത്ത തിരഞ്ഞെടുപ്പിൽ അസംബ്ലി സീറ്റുകൾ കൂടുതൽ വിജയിക്കാൻ കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖറിന് ശേഷവും മുൻപും എന്ന് BJPയിൽ ഒരു കാലഘട്ടം എഴുതി ചേർക്കുന്ന തരത്തിലുള്ള നീക്കമാണ് BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത് BJPയെ സംബന്ധിച്ച് അത് പോസിറ്റീവ് ആവുമോ നെഗറ്റീവ് ആവുമോ അത് കാലം തെളിയിക്കേണ്ടതാണ്. ഏതായിരുന്നാലും രാജീവ് ചന്ദ്രശേഖറിനെ സംബന്ധിച്ച് അദ്ദേഹം ഒറ്റയ്ക്കായിരിക്കില്ല. ഇപ്പോഴുള്ള പ്രസിഡന്റ്, അതായത് സുരേന്ദ്രൻ്റെ സമീപനങ്ങളിൽ, ഇടപെടലുകളിൽ നിരാശയുണ്ടായിരുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ അവരെല്ലാം തന്നെ രാജീവ് ചന്ദ്രശേഖറിനൊപ്പം കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ അവരെ ആരെയൊക്കെ ഒപ്പം നിർത്തും രാജീവ് ചന്ദ്രശേഖർ എന്നതുകൂടി പ്രസക്തമായ ഒരു കാര്യമാണ്. മാത്രമല്ല സംഘടനാ സംവിധാനത്തിൽ കുറച്ച് ദൗർബല്യമുണ്ടെങ്കിൽ തന്നെ PK കൃഷ്ണദാസ്, V മുരളീധരൻ അവർക്കൊക്കെ തന്നെ ഈ സ്റ്റേറ്റിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളുടെ സേവനം കൂടി തേടാനുള്ള, അല്ലെങ്കിൽ അവരെയൊക്കെ ഒപ്പം നിർത്താനുള്ള, അവരുമായി സഹകരിച്ചു പോകാനുള്ള ഒരു തന്ത്രം ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചേക്കുമെന്ന സൂചനയുണ്ട്. അതല്ല, ശോഭാ സുരേന്ദ്രനുമായി ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ഒരു സ്ത്രീയാണ്, ഒരു വനിതയാണ്, മികച്ച
പ്രാസംഗികയാണ്. അവർ അധ്യക്ഷ പദവിയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ്. ശോഭയൊക്കെ ഒപ്പം കൂട്ടി ശോഭയ്ക്കൊക്കെ കൃത്യമായ സ്പേസ് കൊടുത്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ പോകുമോ? അതല്ല പൂർണ്ണമായും. കാരണം ഇപ്പോൾ പുതിയ ഘടനയനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന വൈസ് പ്രസിഡന്റുമാരൊന്നും തന്നെ പാർട്ടിയിൽ ഉണ്ടാകില്ല. അങ്ങനെയെങ്കിൽ ഈ അധികാരത്തിന്റെ പിടി മുഴുവനായി രാജീവ് ചന്ദ്രശേഖറിന്റെ കയ്യിലായിരിക്കും. അദ്ദേഹം ആഗ്രഹിക്കുന്നത് മാത്രം സംസ്ഥാന BJP-യിൽ നടക്കുന്ന നിലയിലേക്ക് പോകും. മറ്റാർക്കും ഇടപെടാനുള്ള സാധ്യതകൾ പോലും ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം പുതിയൊരു നിരയെ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമോ? അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 ടേം അദ്ദേഹത്തിന് ലഭിച്ചാൽ 5 വർഷമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. അങ്ങനെ മുരളീധരൻ ഉണ്ടായിരുന്നതുപോലെ, സുരേന്ദ്രൻ ഉണ്ടായിരുന്നതുപോലെ അദ്ദേഹത്തിന് മറ്റ് പ്രശ്നങ്ങളില്ല. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ കൃത്യമായി കൊണ്ടുപോയാൽ അദ്ദേഹത്തിന് 5 വർഷം കേരളത്തിൽ BJP-യെ നയിക്കാനുള്ളൊരു അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ പുതിയ നിരയെ അദ്ദേഹം കെട്ടിപ്പടുക്കുമോ? അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന അസ്വസ്ഥരിൽ നിന്ന് അദ്ദേഹത്തിന് ഒപ്പം ചേർക്കാൻ കഴിയുന്ന ആളുകളെ ഒപ്പം ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുമോ? അങ്ങനെയുള്ള പല ഫോർമുലകളും ചർച്ചകളും ഒക്കെ ഉണ്ട്. പക്ഷേ BJP-യുടെ ഇനി മുന്നോട്ടുള്ള യാത്ര അതൊരു ടെക്നോക്രാറ്റ് നയിക്കുമ്പോൾ ആധുനിക സാങ്കേതിക വിദ്യ, AI സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള തരത്തിൽ കാര്യങ്ങൾ മാറും. യുവജനങ്ങളെ ആകർഷിക്കേണ്ടതുണ്ട്. മധ്യവർഗ ഉപരിവർഗ വോട്ടുകൾ പലപ്പോഴും തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉൾപ്പെടെ BJP-യെ പിന്തുണയ്ക്കുന്നുവെന്ന് നേരത്തെ തന്നെ വിലയിരുത്തിയിട്ടുള്ളതാണ്. പക്ഷേ അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്നപ്പോൾ മത്സ്യത്തൊഴിലാളി മേഖലയിലും മലയോര മേഖലയിലും പോയിരുന്നു. ആ തരത്തിൽ അടിസ്ഥാന ജനവിഭാഗങ്ങളുമായി ബന്ധമുണ്ടാക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു എന്നതുകൂടി ഇവിടെ എടുത്തു ശരിയാണ് വിനോദ്. എന്തായാലും അറിയേണ്ടത് എന്താണ്, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പ്ലാൻ എന്താണ് എന്നതാണ് കാത്തിരുന്ന് വളരെ വളരെ കൗതുകത്തോടെ അറിയേണ്ടത്. കാരണം സംഘടനയെ നയിച്ചോ, സംഘടനാ സംവിധാനത്തെ നയിച്ചോ യാതൊരു പരിചയവും ഇല്ലാതെയാണ് രാജീവ് ചന്ദ്രശേഖർ എത്തുന്നത്. പക്ഷേ അദ്ദേഹത്തിന് കയ്യിൽ ആളുണ്ട്, അർത്ഥമുണ്ട്. അപ്പോൾ എന്താണ് അദ്ദേഹം, ഏത് തരത്തിലായിരിക്കും BJP-യെ, സംസ്ഥാന BJP-യെ നയിക്കാനുള്ള എന്ത് പ്ലാൻ അദ്ദേഹം കൊണ്ടുവരുമെന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്ന് രാവിലെ 11 മണിയോടെ ഔദ്യോഗിക പ്രഖ്യാപനം പ്രതീക്ഷിക്കാം. ലഹരി വിരുദ്ധ നടപടികൾ ശക്തിപ്പെടുത്താൻ മുഖ്യമന്ത്രി വിളിച്ച യോഗം ഇന്നാണ്. പോലീസ്, എക്സൈസ് തുടങ്ങിയ പ്രധാന വകുപ്പുകളുമായി ആദ്യഘട്ടത്തിൽ ആശയവിനിമയം നടത്തും. ലഹരി വസ്തുക്കൾ വരുന്ന വഴികൾ തടയുക, ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ വിപുലമാക്കുക എന്നിവ യോഗത്തിൽ ചർച്ച ചെയ്യും. വിനോദ് തന്നെ വിശദാംശങ്ങൾ നൽകും. വിനോദ്, സംസ്ഥാനം വളരെ അതിതീവ്രമായ, ഒരുപക്ഷെ സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ യുദ്ധം, സംസ്ഥാനം നയിക്കുന്ന ഒരു യുദ്ധം ഇപ്പോൾ ലഹരിയോടാണ്. അതിന്റെ ഭാഗമായി അതിനെ എത്രത്തോളം ഗൗരവത്തിൽ കണ്ടിട്ടുണ്ട് എന്നതിന് ഉദാഹരണമാണ് ഇന്നത്തെ യോഗം. എന്താണ് ഇന്ന്, ആരൊക്കെ യോഗത്തിൽ പങ്കെടുക്കും, എന്തൊക്കെയായിരിക്കും ചർച്ചയാകും? ശ്രീജ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ലഹരി ഉപയോഗമാണ്. യുവതലമുറയിൽ ഒരു വിഭാഗം പൂർണ്ണമായും ലഹരിക്കടുപ്പെട്ട് പോകുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല രാസലഹരികളുടെ വരവ് അത് വല്ലാതെ സംസ്ഥാനത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ തന്നെ മാറ്റിമറിക്കുകയാണ്. ഈ വീടകങ്ങളിൽ സ്ത്രീകൾക്ക് കഴിയാൻ പറ്റാത്ത നിലയിൽ പലയിടങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ്. മക്കൾക്കെതിരെ അമ്മമാർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്ന സാഹചര്യം, അമ്മമാർക്ക്, സഹോദരിമാർക്ക് അല്ലെങ്കിൽ മുത്തശ്ശിമാർക്കൊക്കെ നേരെ ഉള്ള അതിക്രമം, നാട്ടിൽ മറ്റാളുകളുമായി ഉണ്ടാക്കുന്ന പ്രശ്നം, കൊലപാതകങ്ങൾ, ഇതെല്ലാം തന്നെ വലിയ തോതിൽ ഈ രാസലഹരിയുടെ ഉപയോഗത്തിന്റെ ഭാഗമായി സംഭവിക്കുന്ന കാര്യങ്ങളാണെന്ന് ഇതിനകം തന്നെ മനസ്സിലായിട്ടുണ്ട്. പോലീസിന്റെയും എക്സൈസിന്റെയും സംയുക്തമായ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. അത്തരം പ്രവൃത്തികൾ നടക്കുകയാണ്. ഈ ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ ദിവസവും അറസ്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചകളിലായി എല്ലാ ദിവസവും അറസ്റ്റ് ആയി പോലീസും എക്സൈസും മുന്നോട്ട് പോകുന്നുണ്ട്. ശരാശരി 200-ലധികം അറസ്റ്റുകളാണ് ഒരു ദിവസം നടക്കുന്നത്. ഓരോ ആഴ്ചയിലും കണക്കുകളും പുറത്തു വരുന്നുണ്ട്. നേരത്തെ തന്നെ ക്രമസമാധാന ചുമതലയുള്ള ADGP-യും എക്സൈസ് കമ്മീഷണറുമായി യോഗം ചേർന്നിരുന്നു. സംയുക്തമായ പരിശോധനയ്ക്ക് നേരത്തെ തന്നെ തീരുമാനമായി. അതിന് അപ്പുറത്തേക്കുള്ള ഒരു യോഗമാണ് ഇന്ന് പോകുന്നത്. 11 മണിക്ക് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം. ഏത് തരത്തിലാകണം ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്? പലപ്പോഴും ലഹരി കേസുകൾ പിടികൂടുമ്പോൾ ഈ കണ്ണികളിൽ മാത്രം അവസാനിക്കും. ഈ ലഹരി വിൽപ്പനയ്ക്ക് എത്തുന്ന ആളുകൾ, അല്ലെങ്കിൽ അത് കൊണ്ടുവന്ന് സ്കൂളുകളിലോ മറ്റോ ആ പരിസരത്ത് നിൽക്കുന്ന ആളുകൾ, അങ്ങനെ അവർ മാത്രം പിടിയിലാകുന്ന സാഹചര്യമാണ്. പക്ഷേ അത് മാത്രം പോരാ. കൂടുതൽ ആളുകളെ, ഈ ശൃംഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് എത്തണം, ഇതിൻ്റെ ഉറവിടം കണ്ടെത്തണം, ഇതിന് പിന്നാലെ പോകണം എന്ന ഒരു ആവശ്യം തന്നെയാണ് സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നത്. അതിന് എക്സൈസിൻ്റെയും പോലീസിൻ്റെയും പ്രവർത്തനം ഏകോപിപ്പിക്കുക എന്നൊരു വലിയ വെല്ലുവിളിയുണ്ട്. പക്ഷേ കേരളം മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യവുമല്ല അത് എന്നത് വ്യക്തമാണ്. കാരണം കർണാടകയിൽ നിന്നും മറ്റ് ഒഡീഷയിൽ നിന്നും ഒക്കെയാണ് പലപ്പോഴും ഈ രാസലഹരികൾ വരുന്നത്. പ്രത്യേകിച്ച് ബാംഗ്ലൂർ, മഹാരാഷ്ട്ര പോലുള്ള സ്ഥലങ്ങളിൽ ആഫ്രിക്കയിൽ നിന്നുള്ള ആളുകൾ ഒരുപാട് വന്ന് താമസിക്കുന്ന കോളനികളുണ്ട്. അവർ ഇവിടെ പഠനാവശ്യത്തിനും മറ്റുമായി വരുന്നതാണ്. അവിടെ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ ഇവിടെ ഈ
രാസലഹരികൾ തയ്യാറാക്കുന്നു, അവർ അതിൽ നിന്ന് പണം കണ്ടെത്തുന്നു. അതിൻ്റെ ഒരു പ്രധാന വിപണിയായി കേരളം മാറുന്നു. ഒരുപക്ഷെ കേരളത്തിൽ ഇങ്ങനെയുള്ള രാസലഹരികൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല, അങ്ങനെയുള്ള കേന്ദ്രങ്ങൾ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ അതിൻ്റെ വിപണി, ഏറ്റവും പ്രധാനപ്പെട്ട വിപണി കേരളമാകുന്നു. പുറത്ത് പഠിക്കാൻ പോയി തിരികെ വരുന്ന കുട്ടികൾ ഇങ്ങനെ വലിയ തോതിൽ ലഹരി ഉപയോഗിക്കുകയും പിന്നീട് അവർ ഇവിടുത്തെ കണ്ണിയായി മാറുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് തന്നെ ഒരു യുവാവിനെ, 24 വയസ്സുകാരനാണ്, എക്സൈസ് പിടികൂടിയിരുന്നു. ഒറീസയിൽ പഠിക്കാൻ പോയി തിരികെ വന്ന കുട്ടിയാണ്. ഈ ഒഡീസയിൽ നിന്ന് പഠിച്ച് തിരികെ വന്ന കുട്ടിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുന്നത് കഞ്ചാവ്, ബ്രൗൺ ഷുഗർ, ഹാഷിഷ്, MDMA, അങ്ങനെ LSD, അങ്ങനെ പല സാധനങ്ങളാണ്, സ്റ്റാമ്പുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതായത് ലഹരി വസ്തുക്കൾ, പലവിധ ലഹരി വസ്തുക്കൾ ഒരു വീട്ടിൽ നിന്ന് കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം. അത്ര തീർച്ചയായും അങ്ങനെ ഒരു വലിയ ഭീകരാവസ്ഥയിൽ തന്നെയാണ് കേരളമുള്ളത്. ആ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇന്നൊരു യോഗം വിളിച്ചിട്ടുള്ളത്. ഓരോ ദിവസവും പിടിക്കുന്ന ലഹരിയുടെ കണക്കുകൾ നമ്മൾ തന്നെ പറയുന്നുണ്ട്. പലപ്പോഴും അത് പറയുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെടുന്നുണ്ട്. ഇത്രയധികം ലഹരി എങ്ങനെയാണ് ഈ സംസ്ഥാനത്തേക്ക് എത്തിയത്, ഈ ശൃംഖല എത്രത്തോളം വലുതാണെന്നാണ്. ആ ശൃംഖലയുടെ കണ്ണികൾ അറുക്കുക എന്ന വലിയൊരു ദൗത്യത്തിലാണ് നമ്മളെല്ലാവരും ചേർന്നുള്ളത്. അതിന് നേതൃത്വം നൽകുകയാണ് സംസ്ഥാന സർക്കാർ. ഇന്നത്തെ യോഗവും ആ ലക്ഷ്യമിട്ടാണ്. മറ്റൊരു പ്രധാന വാർത്തയുടെ വിവരങ്ങൾ കൂടി വിനോദ് നൽകും. അത് ആശാ സമരവേദിയിൽ നിന്നാണ്. ഇന്ന് ആശാ പ്രവർത്തകർ കൂട്ട ഉപവാസം അനുഷ്ഠിക്കുകയാണ്. നിരാഹാര സമരം ആരംഭിച്ച് ഇന്ന് 5ാം ദിവസമാണ്. ഒപ്പം സമരം 43ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. വിനോദ് തന്നെ വിശദാംശങ്ങൾ നൽകും. വിനോദ്, ഈ കൂട്ട ഉപവാസം എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടതാണ്, പല സമയത്തും അവർക്ക് പല രീതിയിലുള്ള പിന്തുണ ലഭിക്കാറുണ്ട്. ഇന്നിപ്പോൾ ഏത് തരത്തിൽ ഈ ആശാപ്രവർത്തകർ അവിടെ ഉള്ളവരെല്ലാവരും ചേർന്നാണോ, അതോ പുറത്തുനിന്ന് വലിയ പിന്തുണ അവർ പ്രതീക്ഷിക്കുന്നുണ്ടോ? ശ്രീജ, നേരത്തെ തന്നെ സെക്രട്ടേറിയറ്റ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോയിരുന്നു. സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ടുള്ള ആശമാരുടെ സമരം അത് നിരാഹാര സമരത്തിലേക്ക് കടന്നു. ഇപ്പോൾ നിരാഹാര സമരം നടക്കുന്ന കൂട്ടത്തിലാണ് ഈ ഉപവാസത്തിലേക്ക് കൂടി പോകുന്നത്. കൂട്ട ഉപവാസം, അതായത് 3 പേരാണ് നിരാഹാരം അനുഷ്ഠിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ സമരം ഇരിക്കുന്ന ആളുകളെല്ലാം തന്നെ ഉപവസിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ആശമാരുടെ സമരം 43ാം ദിവസത്തിലേക്ക് കടക്കുന്നു. നിരാഹാര സമരമാകട്ടെ 5ാം ദിവസത്തിലേക്കും. ഇപ്പോഴും ഈ തർക്കം തീരുന്നില്ല. ആരാണ് ആശമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതെന്ന് സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കം നിലനിൽക്കുകയാണ്. നേരത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് പോയിരുന്നു. ക്യൂബൻ സംഘത്തെ കാണാൻ വേണ്ടിയാണ് യാത്ര എന്ന ആരോപണമുയർന്നു. അവിടെ ആരോഗ്യമന്ത്രിയെ കാണാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയെങ്കിലും അതിനുള്ള സമയം ലഭിച്ചില്ല. അതിൽ വിമർശനപരമായി ആരോഗ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തു. താൻ അനുമതി തേടിയതാണോ അത് തരാത്തതാണോ തെറ്റ് എന്ന തരത്തിൽ, മാധ്യമങ്ങളുടേത് അധമ പ്രവർത്തനമാണ് എന്നൊക്കെ തരത്തിൽ അവർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തു. ഏതായിരുന്നാലും അതിനുശേഷം കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിപ്പ് വന്നത് ഇന്നോ നാളെയോ, അതായത് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ സംസ്ഥാന മന്ത്രിക്ക് കാണാനുള്ള അവസരമുണ്ട്, ചർച്ചയ്ക്കുള്ള അവസരമുണ്ട്. ഒരുപക്ഷെ ഇന്നോ നാളെയോ ആയി വീണ ജോർജ് ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അവർ ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് പോകുന്നുണ്ട്. ആശമാരുടെ കാര്യം നേരത്തെ തന്നെ കേന്ദ്രത്തിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന കാര്യമാണ് വീണ ജോർജ് പറയുന്നത്. പക്ഷേ ഈ ആശമാർ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന സർക്കാരുകളാണ് ആശമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ട് കേരളത്തിൽ അത് സംഭവിക്കുന്നില്ല എന്ന ഒരു ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. 21,000 രൂപ ഓണറേറിയമായി വർദ്ധിപ്പിക്കണമെന്ന കാര്യം അത് നടക്കാത്ത കാര്യമാണ്, അപ്രായോഗികമാണെന്നൊരു നിലയിലാണ് സംസ്ഥാന സർക്കാരുള്ളത്. ഇപ്പോൾ കൊടുക്കുന്നത് 7,000 രൂപയാണ്. 2,000 രൂപ കേന്ദ്രത്തിൻ്റെ ഇൻസെൻറ്റീവായി കിട്ടുന്നു. മറ്റ് ജോലികൾ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഇൻസെൻറ്റീവ് അങ്ങനെ ഏതാണ്ട് 14,000-ഓളം രൂപ വരെ ലഭിക്കുന്ന ആശമാരുണ്ട്. ഇവർക്ക് മാസത്തിൽ 10 ദിവസം ജോലി ചെയ്താൽ മതി. ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. ആ 10 ദിവസത്തെ ജോലി തന്നെ ഇഷ്ടമുള്ള സമയത്ത് അവർക്ക് തിരഞ്ഞെടുത്ത് അത് ചെയ്യാൻ കഴിയും. ആ കാര്യമൊക്കെ സർക്കാർ പറയുന്നുണ്ട്. മാത്രമല്ല, സംസ്ഥാന സർക്കാർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഇവരെ ജീവനക്കാരുടെ പട്ടികയിലേക്ക് ഇതുവരെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടില്ല. ഒരു ആരോഗ്യ പ്രവർത്തകർ അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിലുള്ള ആളുകൾ എന്നുള്ള നിലയ്ക്കല്ല, മറിച്ച് ഒരു പൊതുപ്രവർത്തനം അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനം എന്ന നിലയിൽ ഇവർ ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ ചെയ്യുന്ന ആളുകൾ എന്ന നിലയിലാണ് ഇവരെ കാണുന്നത്. ഇവർക്ക് അങ്ങനെ ഒരു പേ റോൾ സംവിധാനം വന്നു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ സേവന വേതന വ്യവസ്ഥകൾ അവർക്ക് വർദ്ധിപ്പിച്ചു നൽകാൻ സ്വാഭാവികമായും കഴിയും. പക്ഷേ അതുണ്ടാകാത്തത് കേന്ദ്രത്തിൻ്റെ ഈ നയം മൂലമാണ്, നിലപാട് മൂലമാണെന്ന കാര്യമാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. പക്ഷേ ആശമാർ പറയുന്നത് ഇത് സംസ്ഥാനത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അവരുടെ ഓണറേറിയം 21,000 രൂപയാക്കുമെന്നത് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമാണ്. അതായത് സംസ്ഥാന സർക്കാർ, ഇടതുമുന്നണി ഉറപ്പ് നൽകിയ കാര്യമാണ് തങ്ങൾ ചോദിക്കുന്നത്. പെൻഷൻ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള അവരുടെ സമരം ഒരു വശത്ത് നിൽക്കുന്നു. മാത്രമല്ല, ആശമാർ പറയുന്നത് കേന്ദ്ര
കേന്ദ്രത്തിൻ്റെ നയങ്ങളെ പൂർണ്ണമായി തങ്ങൾ അംഗീകരിക്കുന്നുമില്ല. പക്ഷേ പ്രധാനമായും കാര്യങ്ങൾ ചെയ്യേണ്ടത് സംസ്ഥാനമാണെന്നൊരു നിലപാടിലാണ് ആശമാരുള്ളത്. എന്തായാലും അവർ ഒരു ഇഞ്ച് പോലും പിറകോട്ട് പോകുന്നില്ല. ശക്തിയായി അവരുടെ സമര ആവശ്യങ്ങളിൽ അവരെന്തൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചാണോ ആ സമരം തുടങ്ങിയത് അതിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് ഇന്നത്തെ കൂട്ട ഉപവാസം. വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകിയത് വി വിനോദാണ് തിരുവനന്തപുരത്ത് നിന്ന്. മറ്റു വാർത്തകളിലേക്ക് പോകാം. കൊച്ചിയിൽ ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിന് യുവാവിനെ കാറടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികളായ 3 പേർക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. നിലവിൽ പത്തനംതിട്ട സ്വദേശിയായ അഭിജിത്ത് മാത്രമാണ് പിടിയിലായിട്ടുള്ളത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പിറ്റേ ദിവസമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ വരുന്നതും ഈ CCTV ദൃശ്യങ്ങളൊക്കെ വരുന്നതും. ഒരു ലഹരി ഉപഭോഗം ചോദ്യം ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന് ആളുകളെ പേടിപ്പിക്കുന്ന തരത്തിൽ എന്താണ് ഇപ്പോഴും പോലീസിന് മുന്നിൽ ഇവരെ കണ്ടെത്തുന്നതിനുള്ള പ്രശ്നമായിട്ട് നിൽക്കുന്നത്? ശ്രീജ, ഈ സംഭവത്തെ തുടർന്ന് ഈ 3 പേരും ഒളിവിൽ പോയി. അതേസമയം കാറ് ഉണ്ടായിരുന്നു 2 ദിവസം മുൻപ്. കാറ് അമർനാഥ് എന്ന് പറയുന്ന ആളുടെ കാറാണ്. അയാളുടെ അമ്മയുടെ പേരിലുള്ള രജിസ്ട്രേഷനാണ് കാറിനുള്ളത്. അത്തരം വിവരം മാത്രമേ പോലീസിന് ലഭിച്ചിട്ടുള്ളൂ. അതേസമയം ആ ഒരു ദിവസം അഭിജിത്ത് എന്നൊരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ്. ശ്രീജ സൂചിപ്പിക്കുന്നത് പോലെ അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു. കാരണം കാറിന്റെ ബോണറ്റ് ഇരുത്തി 1/2 കിലോമീറ്ററോളമാണ് ഒരു യുവാവിനെ ഇരുത്തിക്കൊണ്ടാണ് വളരെ വേഗത്തിൽ കാർ ഓടിച്ചു പോയത്. CCTV ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് അയാളെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. എന്തായാലും നോർത്ത് പോലീസിന്റെ കസ്റ്റഡിയിലാണ് കാറുള്ളത്. നോർത്ത് പോലീസ് ഈ വിഷയത്തിൽ കേസ് എടുത്തിട്ടുമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഈ 3 പേർക്കായുള്ള തിരച്ചിൽ ആ ദിവസം മുതൽ 3 പേർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ്. പക്ഷെ അവരെ പറ്റിയുള്ള വിവരങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഭിജിത്ത് എന്ന ആളാണ് കസ്റ്റഡിയിലുള്ളത്. അമർനാഥ് എന്ന പേരുള്ള ആളുടെ അമ്മയുടെ പേരിലുള്ള കാറാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത്ര വിവരങ്ങൾ മാത്രമേ പോലീസിന് ലഭിക്കുന്നുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട പോലീസ് ഈ 3 പേർക്കുമായി വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ശ്രീജ, ശരി, ആജ്ഞയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ആജ്ഞ നൽകും. അത് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി ഭൂമി ഏറ്റെടുക്കാൻ അനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ അപ്പീലുകൾ ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. ഹാരിസൺസ് മലയാളവും എൽസ്റ്റൺ എസ്റ്റേറ്റും നൽകിയ അപ്പീലുകളാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നത്. ഏറ്റെടുക്കുന്ന ഭൂമിക്കുള്ള നഷ്ടപരിഹാര തുക ചോദ്യം ചെയ്താണ് എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ അപ്പീൽ. പുനരധിവാസത്തിനായി ഭൂമി വിട്ട് നൽകാനാവില്ലെന്നാണ് ഹാരിസൺസ് മലയാളത്തിന്റെ നിലപാട്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, ഈ 2 കമ്പനികളും ഇങ്ങനെയൊരു നിലപാട് എടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഹൈക്കോടതിയിൽ ഈ കേസ് എത്തുമ്പോൾ, ഈ പരാതി എത്തുമ്പോൾ, അത് ഈ അപ്പീലുകൾ എത്തുമ്പോൾ അത് ശ്രദ്ധേയമാവുന്നത് എന്താണ്? എപ്പോഴത്തേക്കാണ് ഇതിൽ ഒരു ഉത്തരവോ അല്ലെങ്കിൽ നടപടി നമ്മൾ കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ശ്രീജ, ആദ്യഘട്ടത്തിൽ തന്നെ കേസ് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാലും ലിസ്റ്റ് നമ്പർ ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് എത്രാമത്തെ കേസാണെന്ന് കൃത്യമായി ഇപ്പോൾ പറയാൻ കഴിയുന്നില്ല. എങ്കിലും മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനെ സംബന്ധിച്ചിട്ട് ഭൂമി ഏറ്റെടുക്കാനുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയാണ് ഹൈക്കോടതിയിൽ ഹർജി പരിഗണിക്കുന്നത്. ഹാരിസൺസ് മലയാളവും എൽസ്റ്റൺ എസ്റ്റേറ്റും നൽകിയിട്ടുള്ള അപ്പീലുകളാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ഇന്ന് പരിഗണിക്കുന്നത്. അതുപോലെ ഏറ്റെടുക്കുന്ന ഭൂമിക്കുള്ള നഷ്ടപരിഹാര തുക ചോദ്യം ചെയ്താണ്. അത് നേരത്തെയും ഇതിലെ ഹാരിസൺ ആ ഒരു പ്രശ്നം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് നഷ്ടപരിഹാര തുക മുന്നോട്ട് വെച്ചാൽ സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുക ഭൂമി ഏറ്റെടുക്കലിന് ഉതകുന്നതല്ല, അല്ലെങ്കിൽ തങ്ങളെ സഹായിക്കുന്ന തരത്തിലല്ല എന്നുള്ള ഒരു എതിർപ്പായിരുന്നു ഹാരിസൺ നേരത്തെ മുന്നോട്ട് വെച്ചത്. എന്നിരുന്നാൽ പോലും സർക്കാർ ദുരന്ത മേഖലയിൽ ഭൂമി ഏറ്റെടുക്കലിന് പ്രഖ്യാപിച്ചിട്ടുള്ള ഭൂനിയമമനുസരിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള തുകയാണ് നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യവും കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ 2 എസ്റ്റേറ്റുകളും കോടതിയിൽ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്, ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഇന്ന് കേസ് പരിഗണിക്കുന്നത്. ശ്രീജ, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. മറ്റു വാർത്തകളിലേക്ക് വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.
കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്ന് കണക്കിൽപ്പെടാതെ പണം കണ്ടെത്തിയ സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് വൈകിയേക്കും. പണം കണ്ടെടുക്കുന്ന ദൃശ്യങ്ങളുടെ ആധികാരികത ഉറപ്പാക്കാൻ സമിതി ഫോറൻസിക്സ് വിദഗ്ധരുടെ സഹായം തേടും. ഫോൺ കോൾ രേഖകളുടെ വിശദാംശങ്ങൾ പരിശോധിക്കാൻ സാങ്കേതിക വിദഗ്ധരുടെ സഹായവും ഉറപ്പാക്കും. വിഷയം പാർലമെന്റിൽ പ്രതിപക്ഷം ഉന്നയിച്ചേക്കും. ER രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, ഇന്നലെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു എന്ന് നമുക്ക് വിവരങ്ങൾ വന്നത്. പക്ഷേ ഇപ്പോൾ ഇദ്ദേഹം പറയുന്നു ഇങ്ങനെ ഒരു കാര്യമില്ല എന്ന് ഈ ജഡ്ജി യശ്വന്ത് വർമ്മ പറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ റിപ്പോർട്ട് വൈകുന്ന സാഹചര്യം എന്താണ്? ഈ ഫോറൻസിക് വിദഗ്ധരുടെ സഹായം തേടുന്നതൊക്കെ ഇക്കാര്യത്തിൽ വല്ല ആശയക്കുഴപ്പവും നിലനിൽക്കുന്നതുകൊണ്ടാണോ? ശ്രീജ, ഈ സമിതിക്ക് സുപ്രീം കോടതി രൂപം നൽകിയിട്ടുണ്ട്. 3 അംഗ സമിതിയാണ് ഈ ആരോപണം, ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആരോപണം അന്വേഷിക്കുക. പക്ഷേ ഈ സമിതിക്ക് മുന്നിൽ വലിയ കടമ്പകളുണ്ട്, ദൗത്യം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ട് വൈകാനുള്ള സാധ്യത. കാരണം നിരവധി പേരുടെ മൊഴി ആദ്യം രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിൽ തന്നെ പലരുടെയും മൊഴിയിൽ വ്യക്തതക്കുറവുണ്ട്. കാരണം ഫയർഫോഴ്സ് മേധാവി തന്നെ ആദ്യം പറഞ്ഞ കാര്യമല്ല പിന്നീട് പറഞ്ഞത്. അദ്ദേഹം പിന്നീട് നിലപാട് മാറ്റുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ തന്നെ വിശദമായ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഒന്ന് സുരക്ഷാ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. രണ്ടാമതായി അവിടെയുള്ള മറ്റു ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഈ ജഡ്ജിയെ തന്നെ കാണേണ്ടതുണ്ട്. അങ്ങനെ നിരവധി പേരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇത് കൂടാതെ സാങ്കേതിക വിദഗ്ധരുടെ സഹായം തേടേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി ഈ ദൃശ്യങ്ങളുടെ ആധികാരികത ഉറപ്പിക്കണം. കാരണം സുപ്രീം കോടതി തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. പക്ഷേ ഈ സമിതിയുടെ അന്വേഷണത്തിൽ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ തന്നെയാണോ എന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. അതിനായി ഫോറൻസിക് വിദഗ്ധരുടെ സഹായം തേടേണ്ടതുണ്ട്. രണ്ടാമതായി 6 മാസത്തെ ഫോൺ കോൾ രേഖകൾ ആണ് ഡൽഹി പോലീസ് തുടർന്ന് ശേഖരിച്ചിട്ടുള്ളത്. ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുള്ളത്. അപ്പോൾ ഈ രേഖകളടക്കം പരിശോധിക്കാൻ മറ്റ് സാങ്കേതിക വിദഗ്ധരുടെ അടക്കം സഹായം തേടാൻ ആണ് സമിതിയുടെ തീരുമാനം. ഇത് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഈ മൊഴികളുടെ വൈരുദ്ധ്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം മാർച്ച് 14-നാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. എന്നാൽ അതിനുശേഷം ചില സുരക്ഷാ ജീവനക്കാരിൽ ചിലർ പറഞ്ഞിട്ടുള്ള മൊഴി എന്ന് പറയുന്നത് തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ജഡ്ജിയുടെ ജീവനക്കാരിൽ ചിലർ അവിടെയുള്ള ഈ അവശിഷ്ടങ്ങളൊക്കെ തന്നെ നീക്കം ചെയ്തു എന്ന് മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ കാര്യം നിഷേധിക്കുകയാണ് ജഡ്ജി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. രണ്ടാമതായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വരുന്ന കാര്യം ശ്രീജ, ഈ ഡൽഹി ഫയർഫോഴ്സ് മേധാവിയുടെ മൊഴിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി സൂചിപ്പിക്കുന്നത്. കാരണം അദ്ദേഹമാണ് ആദ്യം ഇത്തരമൊരു പ്രതികരണം നടത്തിയത്. അതായത് ഈ പണം കണ്ടെത്തിയെന്ന് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം നിലപാട് മാറ്റുകയാണ് ചെയ്തത്. വീണ്ടും അദ്ദേഹം പിന്നീട് തിരുത്തി പറയുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ എന്തുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഇത്തരമൊരു തിരുത്തിപ്പറച്ചിൽ ഉണ്ടായി, മാറ്റി പറഞ്ഞു എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത്. അങ്ങനെ ചില കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലൊക്കെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇതുകൂടി എല്ലാം കണ്ടെത്തിയ ശേഷമേ ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് ഈ കഴിഞ്ഞ ദിവസം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വന്നതുപോലെ പെട്ടെന്ന് ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ പൊതുവെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മാസങ്ങൾ തന്നെ നീണ്ടു പോകാനുള്ള സാധ്യതയും നിലവിൽ തള്ളിക്കളയാൻ സാധിക്കില്ല. ഏതായാലും ഇന്ന് പാർലമെന്റ് സമ്മേളിക്കുന്ന ദിവസമാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ രാജ്യസഭയിലൊക്കെ തന്നെ ഈ വിഷയം പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചതാണ്. അന്ന് ചെയർമാനായ ജഗ്ദീപ് ധൻകർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഒരു പൊതു ആവശ്യമായി ഈ വിഷയം ഉയർന്നു വരികയാണെങ്കിൽ ചർച്ച ചെയ്യാമെന്നാണ്. പക്ഷേ കഴിഞ്ഞ 2 ദിവസം അവധിയായിരുന്നു പാർലമെന്റ്. അതിനുശേഷം സാഹചര്യം മാറിയിട്ടുണ്ട്. കാരണം ഈ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. അതുവരെ ആരോപണം മാത്രമാണ് മുൻപിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ദൃശ്യങ്ങൾ തെളിവായി വരികയാണ്. അതും സുപ്രീം കോടതിയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷം ഇന്നും ഈ വിഷയം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ചർച്ചയിലേക്ക് രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ ഒരുപക്ഷെ ഈ ആവശ്യം പൊതുവൊരു ആവശ്യമായി വരികയാണെങ്കിൽ ചർച്ചയിലേക്ക് കടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ശരി, ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ മരണം 1,50,000 കടന്നു. 2 മാസമായി തുടർന്നിരുന്ന വെടിനിർത്തൽ അവസാനിപ്പിച്ച് ആക്രമണം ശക്തമാക്കിയതോടെയാണ് മരണസംഖ്യ ഉയർന്നത്. 1,00,000-ലധികം പേർക്ക് പരിക്കേറ്റു. രഞ്ജിത്ത് രാമചന്ദ്രൻ വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഈ ശാസ്ത്രവും എല്ലാം വികസിച്ച ഈ സമൂഹത്തിൽ 1,00,000 ജീവനെടുക്കുന്നൊരു യുദ്ധം എന്ന് പറയുന്നത് ഒരു വികസിത സമൂഹത്തിന് പറയാൻ പോലും ലജ്ജ തോന്നുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ആക്രമണമെല്ലാം പുനരാരംഭിച്ചതോടെ ഇതിനിയും ഉയരുന്ന സാഹചര്യമാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ ഗാസയിൽ നിന്ന് വരുന്നത് എന്തൊക്കെയാണ്?
ഈ മനുഷ്യരെ കൊന്നു തള്ളുക, അതായത് സാധാരണക്കാരായ ജനങ്ങളെ കൊന്നു തള്ളുക എന്നുള്ളത് എത്ര വർഷമായി ഇവിടെ തുടരുന്നു എന്നുള്ളതാണ് ശ്രീജ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. കാരണം മരിക്കുന്നവരിലേറെയും കുഞ്ഞുങ്ങളും സ്ത്രീകളുമാണ്. നിരാലംബരായ, നിസ്സഹായരായ, സാധാരണക്കാരായ, യാതൊരു തെറ്റും ചെയ്യാത്ത കുഞ്ഞുങ്ങളും സ്ത്രീകളുമാണ് മരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഈ രക്ഷപ്പെട്ട് ഓടുന്ന ആളുകളുടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും അവരിൽ യാതൊരു പരിഭ്രാന്തിയും മറ്റുമില്ല. കാരണം സ്ഥിരമായി ഇത്തരം മരണങ്ങൾ, ഇത്തരം കൊലപാതകങ്ങൾ കണ്ടു നിൽക്കുന്ന ആളുകളുടെ ഒരു നിസ്സംഗ അവസ്ഥയാണ് അവരിൽ പലർക്കും. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ഇതുവരെ 50,000-ലധികം ആളുകൾ, കൃത്യമായ കണക്ക് പറഞ്ഞാൽ 50,021 പേർ, ഇന്നലത്തെ 135 മരണം കൂടി ചേർക്കുമ്പോൾ 50,031 പേർ ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ഏതാണ്ട് 3 മാസം സമാധാനപരമായ അവസ്ഥയായിരുന്നു അവിടെ. കാരണം അമേരിക്കയും മറ്റും ഇടപെട്ട് വെടിനിർത്തൽ സാഹചര്യം അവിടെ ഒരുക്കിയിരുന്നു. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ ആഴ്ച വീണ്ടും ആക്രമണം പുനരാരംഭിച്ചതോടുകൂടി കൂടുതൽ മരണങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ആക്രമണം കൂടുതൽ ശക്തമാക്കുകയാണ് ഇസ്രായേൽ എന്നുള്ളതാണ്. ഇന്നലെ മാത്രം അവിടെ ഹമാസിന്റെ മുതിർന്ന രാഷ്ട്രീയ നേതാവ് ഉൾപ്പെടെ 19 പലസ്തീനികൾ ഒരു ഭാഗത്ത് മാത്രം, സിറ്റിയിൽ മാത്രം കൊല്ലപ്പെട്ടു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് പുറത്തു വരുന്നത്. ഈ ഹമാസിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവും അദ്ദേഹത്തിന്റെ ഭാര്യയും കുടുംബവും അവിടെ ഒരു ടെന്റിലാണ് താമസിച്ചിരുന്നത്. ഇവരെ ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണമാണ് മരണം ഇത്രയധികം വർദ്ധിക്കാൻ കാരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇങ്ങനെ 48 മണിക്കൂറിനുള്ളിൽ ഇതിനകം 130 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നുണ്ട്. തെക്കൻ ഗസയിലെ യൂറോപ്യൻ, കുവൈറ്റ് ആശുപത്രികളിൽ രാത്രിയിൽ നടന്ന ആക്രമണത്തിൽ മാത്രം 17 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഈ കൊല്ലപ്പെട്ട നേതാവിൻ്റെ പേര് സലാ അൽ ബൽദാവി എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൊല്ലപ്പെട്ടിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചുമതല വഹിച്ചിരുന്ന ഒരു നേതാവ് കൂടിയാണ് ഇദ്ദേഹം എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഇസ്രായേൽ ആരംഭിച്ച യുദ്ധം ഏതാണ്ട് 18 മാസം, 1.5 വർഷം പിന്നിടുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം ശ്രീജ. ഇതിനിടയിൽ ഒരു തവണ മാത്രമാണ് വെടിനിർത്തൽ ഉണ്ടായിരുന്നത്. ആ സമയത്ത് സമാധാനമായിരുന്നു. ഗാസയിലേക്ക് കൂടുതൽ ഭക്ഷ്യവസ്തുക്കളും മറ്റും എത്തിക്കാൻ UN-നും മറ്റും സാധിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അത് ഏതാണ്ട് പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ പുതിയ രീതി അനുസരിച്ച് ഈ വൈദ്യുതി വിച്ഛേദിക്കുക, പൂർണ്ണമായും കുടിവെള്ളം വിച്ഛേദിക്കുക, ഒപ്പം ഭക്ഷണ വസ്തുക്കൾ അങ്ങോട്ടേക്ക് എത്തിക്കുന്ന തടയുക എന്ന പുതിയ രീതിയാണ്. ഇത് ജനങ്ങളെ വലിയ ദുരിതത്തിലാക്കിയിട്ടുണ്ട്. ഇതിനൊപ്പം ഈ പ്രദേശം ഒട്ടാകെ ഒഴിപ്പിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഈ ഒഴിപ്പിച്ച പ്രദേശങ്ങൾ തങ്ങൾ നിയന്ത്രണത്തിലാക്കുന്ന രീതി ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പിന്തുടരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഒരുപാട് പേർ അഭയാർത്ഥികളായി മാറുന്ന പശ്ചാത്തലമുണ്ട്. വലിയ തോതിലുള്ള പലായനം ഈ മേഖലയിൽ നടക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ ഈ 50,021 എന്ന കണക്ക് പറയുമ്പോഴും ഇത് ഔദ്യോഗികമായ കണക്ക് മാത്രമാണ് എന്നുള്ളത് കൂടി ചേർത്ത് വെക്കണം. കെട്ടിട അവശിഷ്ടങ്ങൾ അവിടെ കുന്നുകൂടി കിടക്കുന്ന പശ്ചാത്തലമുണ്ട്. ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ 10,000-കണക്കിന് മൃതദേഹങ്ങൾ അടിപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഇന്റർനാഷണൽ ഏജൻസികൾ പുറത്തുവിടുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. നമുക്കറിയാം 2023 ഒക്ടോബർ 7-നാണ് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത്. അന്ന് ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിൽ ഇസ്രായേലിൽ, തെക്കൻ ഇസ്രായേൽ 1200-ഓളം പേർ കൊല്ലപ്പെട്ടിരുന്നു. 251 പേരെ അന്ന് ഹമാസ് ബന്ദികളാക്കിയ പശ്ചാത്തലമുണ്ട്. ഈ ബന്ദികളെ പൂർണ്ണമായും വിട്ടു നൽകാതെ ആക്രമണം ഇനി അവസാനിപ്പിക്കില്ല. ഏതാണ്ട് 50ഓളം ബന്ദികൾ മാത്രമാണ് ഹമാസിന്റെ പക്കലുള്ളത്. അവരിൽ ഭൂരിഭാഗം ആളുകളും കൊല്ലപ്പെട്ടു എന്ന കണക്കുകൂടി ഇസ്രായേൽ പുറത്തുവിടുന്നുണ്ട്. ഏതായാലും നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഗസയിലെ 2 ദശലക്ഷത്തിലധികം വരുന്ന ജനസംഖ്യയിൽ ഭൂരിഭാഗം പേരും ഇപ്പോൾ സ്വന്തം വീടുകളിൽ നിന്ന് പലായനം ചെയ്ത പശ്ചാത്തലം കൂടിയാണ്. ഇതിനൊപ്പമാണ് ആക്രമണം അതിശക്തമായി ഇസ്രായേൽ വർദ്ധിപ്പിക്കുന്ന സാഹചര്യവും ഒരുങ്ങിയിരിക്കുന്നത്. ശ്രീജ, രഞ്ജിത്ത് രാമേന്ദ്രനാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. 1.5 ലക്ഷം മനുഷ്യർ, 50,000-ലേറെ മനുഷ്യരുടെ ജീവനെടുത്തൊരു ആക്രമണം ഇപ്പോഴും തുടരുന്നു എന്ന് പറയുന്നത് ഒരു മനുഷ്യരായി ജീവിക്കുന്ന നമുക്കൊക്കെ, വളരെ സുരക്ഷിതമായി ജീവിക്കുന്ന നമുക്കൊക്കെ ഏറ്റവും അധികം നമ്മളെ അലട്ടേണ്ട ഒരു കാര്യമാണ്. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ച അത് വേദനിപ്പിക്കുന്നതായി ആശുപത്രിവാസം കഴിഞ്ഞ് മടങ്ങിയെത്തിയ മാർപ്പാപ്പ പറഞ്ഞു. ചർച്ചകൾ പുനരാരംഭിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എല്ലാ ബന്ദികളെയും വിട്ടയക്കണമെന്നും യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കണമെന്നും പാപ്പ വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു. 2ാം തവണയും അമേരിക്കൻ പ്രസിഡന്റ് ആയതോടെ ഡൊണാൾഡ് ട്രംപിന്റെ ആഗോള വ്യവസായത്തിന് നേട്ടത്തിനൊപ്പം തിരിച്ചടിയും. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ വലിയ നേട്ടമുണ്ടാക്കുമ്പോൾ സ്കോട്ട്ലൻഡ്, അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ കനത്ത തിരിച്ചടിയാണ് അദ്ദേഹത്തിന്റെ ബിസിനസ് നേരിടുന്നത്. സ്വന്തം വ്യവസായവും രാഷ്ട്രീയവും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് രണ്ടും രണ്ടല്ല. സ്വന്തം വ്യവസായത്തെ രാഷ്ട്രീയവുമായി ബന്ധിപ്പിച്ചാണ് ട്രംപിന്റെ ശീലം. നിലവിൽ വ്യവസായങ്ങളുടെ ചുമതല മക്കൾക്കു നൽകിയെങ്കിലും
പഴയ ശീലം ട്രംപ് മാറ്റിയിട്ടില്ല. രണ്ടാം തവണ പ്രസിഡന്റായി 2 മാസം കഴിയുമ്പോൾ ചില രാജ്യങ്ങളിൽ ട്രംപിന്റെ വ്യവസായം വളരുമ്പോൾ മറ്റിടങ്ങളിൽ കനത്ത തിരിച്ചടി നേരിടുകയാണ്. കഴിഞ്ഞ 2 മാസത്തിനിടെ ഇന്ത്യയിലെ 3 ട്രംപ് ടവറുകളും വളർച്ച രേഖപ്പെടുത്തുന്നു. ഒമാനിലും സൗദി അറേബ്യയിലും ട്രംപ് ബ്രാൻഡഡ് ഹോട്ടലും ഗോൾഫ് ക്ലബ്ബും നിർമ്മാണത്തിലാണ്. ട്രംപ് ബ്രാൻഡ് എന്ന നിലയിൽ ലോകത്ത് പലയിടങ്ങളിലും വളർച്ച രേഖപ്പെടുത്തുന്നു. എന്നാൽ പലസ്തീനിലടക്കം ട്രംപ് സ്വീകരിച്ച നയങ്ങൾക്കെതിരായ പ്രതിഷേധം നേരിടുകയാണ് പല രാജ്യങ്ങളിലും ട്രംപിന്റെ വാണിജ്യ സാമ്രാജ്യം. അയർലൻഡിലെയും സ്കോട്ട്ലൻഡിലെയും ട്രംപ് ടേൺബറി ഗോൾഫ് റിസോർട്ടുകളുടെ പ്രവർത്തനത്തിൽ തിരിച്ചടി നേരിടുന്നു. ഗോൾഫ് കോഴ്സിന്റെ പുൽത്തകടിയിൽ ഗാസ നോട്ട് ഫോർ സെയിൽ എന്ന് ചുവന്ന പെയിന്റിൽ വരച്ചാണ് ചിലർ പ്രതിഷേധിച്ചത്. അയർലൻഡിലെ ഗോൾഫ് കോഴ്സിലെ പുൽത്തകടിയിൽ പലസ്തീൻ പതാകകൾ നാട്ടിയായിരുന്നു പ്രതിഷേധം. എന്നാൽ ട്രംപ് വീണ്ടും പ്രസിഡന്റ് ആയതോടെ ഗോൾഫ് കോഴ്സിൽ അംഗത്വാപേക്ഷകൾ കൂടിയെന്നാണ് മാനേജ്മെന്റ് അവകാശവാദം. ട്രംപ് ഓർഗനൈസേഷന്റെ പങ്കാളിത്തത്തിൽ ബാലിയിൽ തുടങ്ങാനിരുന്ന ആഡംബര ഹോട്ടൽ നിർമ്മാണവും മുടങ്ങി. ഇന്തോനേഷ്യയിലെ പദ്ധതിയും പരിസ്ഥിതി നിയമങ്ങളുടെ ലംഘനം ചൂണ്ടിക്കാട്ടി ഇന്തോനേഷ്യൻ സർക്കാർ തടഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. മുൻ പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനുമുള്ള പ്രത്യേക സുരക്ഷയും അവർക്ക് സുരക്ഷാ വിവരങ്ങൾ കൈമാറിയിരുന്നതും അവസാനിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ്. ട്രംപിന്റെ രാഷ്ട്രീയ എതിരാളികളായ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ നിരവധി നേതാക്കളുടെ കാര്യത്തിലും സമാനമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ദേശീയ താൽപര്യം മാനിച്ച് ഇവർക്കുള്ള സുരക്ഷാ വിവരങ്ങൾ കൈമാറുന്നത് ഇനി തുടരേണ്ടതില്ല എന്നതാണ് ട്രംപിന്റെ ഉത്തരവ്. കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം വിൽപ്പനയ്ക്ക് എത്തിച്ച 2 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിലായി. പട്ടത്താനം സ്വദേശികളായ ആകാംഷ്, രതീഷ് കുമാർ എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത്. ആന്ധ്രയിൽ നിന്ന് ട്രെയിൻ മാർഗമാണ് പ്രതികൾ കഞ്ചാവ് കൊണ്ടുവന്നത്. ആകാംഷ് നേരത്തെ 10 കിലോ കഞ്ചാവ് കടത്തിയ കേസിൽ പ്രതിയാണ്. കൊല്ലം അഞ്ചലിൽ നിന്ന് 1 കിലോഗ്രാമിലധികം കഞ്ചാവുമായി അലയമൺ സ്വദേശിനി കുൽസും ബേബിയും എക്സൈസിന്റെ പിടിയിലായി. താമരശ്ശേരി ഷിബില കൊലക്കേസിൽ പ്രതി യാസിറിനെ കസ്റ്റഡിയിൽ കിട്ടാൻ പോലീസ് ഇന്ന് അപേക്ഷ നൽകും. വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ഉടൻ നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതേസമയം ഗ്രേഡ് SIയെ സസ്പെൻഡ് ചെയ്തെങ്കിലും മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി മുന്നോട്ടു പോകാനാണ് ഷിബിലയുടെ കുടുംബത്തിന്റെ തീരുമാനം. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഈ കൊലപാതകത്തിന് പിന്നാലെ വളരെ വേദനിപ്പിക്കുന്ന വിവരങ്ങളാണ്. ഈ പെൺകുട്ടി ദീർഘനാളായി അനുഭവിച്ചുകൊണ്ടിരുന്ന പീഡനമടക്കം പല കാര്യങ്ങളാണ്. ഇതിലൊക്കെ കൃത്യമായി തെളിവെടുത്ത് വിവരങ്ങൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് പോലീസിന്റെ ആലോചന? ഈ SIയുടെ സസ്പെൻഷൻ അപ്പുറത്തേക്ക് ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? ശ്രീജ, ശനിയാഴ്ച കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇതിന്മേൽ ഇന്ന് വാദം നടന്ന് ഇന്ന് തന്നെ ഒരുപക്ഷെ കസ്റ്റഡിയിൽ ലഭിച്ചേക്കുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. അങ്ങനെയെങ്കിൽ കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം പ്രതിയുമായി ഈ സംഭവം നടന്ന ഈങ്ങാപ്പുഴയിലെ വീട്ടിലെത്തി തെളിവെടുപ്പ് നടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കും. അങ്ങനെ ഈ പ്രതിയുമായി ഈ തെളിവെടുപ്പൊക്കെ എത്തുമ്പോൾ ഒരുപക്ഷെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും വൈകാരികമായ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത പോലീസ് കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് സമയത്ത് ഈ തെളിവെടുപ്പ് നടത്തണം എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വലിയ ആലോചനകൾ പോലീസിന്റെ ഭാഗത്തുനിന്നും നടത്തുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ ഇയാളുടെ കുത്തേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പിതാവും മാതാവും ഒക്കെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് എത്തുകയും പിന്നീട് മാധ്യമങ്ങളെ കണ്ട് പോലീസിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുകയും ചെയ്തു. ഈ വിമർശനങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുക എന്ന നടപടി ഉണ്ടായത്. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെ PRO ആയ പ്രിൻസിപ്പൽ SIയോടാണ് പരാതി പറഞ്ഞത്. പക്ഷേ അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി ഈ പരാതി എടുത്തില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ യുവതിയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളും പ്രത്യേകിച്ച് ഈ വസ്ത്രങ്ങളും സർട്ടിഫിക്കറ്റുകളും ഒക്കെ നൽകണമെന്ന് പറഞ്ഞപ്പോൾ ഓൻ വാങ്ങി തന്ന വസ്ത്രം ഞങ്ങൾ തരാൻ എങ്ങനെ പറയും എന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ പോലും പോലീസുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുമെന്ന് അറിയുന്നു. അതുകൊണ്ട് ഒരു പോലീസുകാരന്റെ എതിരെ മാത്രം നടപടിയെടുത്താൽ പോരാ, ഇക്കാര്യത്തെ കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് തന്നെയാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം പരാതി കൊടുക്കുന്നുണ്ട്. നേരത്തെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ ഈ വിഷയത്തിൽ കേസെടുത്ത് ഈ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് നൽകാൻ വേണ്ടി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ഇന്ന് ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുകയും കസ്റ്റഡി ലഭിക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. അനീഷാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. ഇടുക്കി തൊടുപുഴയിൽ കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ബിജു ജോസഫിന്റെ സംസ്കാരം ഇന്ന് നടക്കും. റിമാൻഡിലായ പ്രതികൾക്ക് വേണ്ടി ഇന്ന് കോടതിയിൽ കസ്റ്റഡി അപേക്ഷയും നൽകും. തൊടുപുഴ പോലീസാണ് അപേക്ഷ നൽകുന്നത്. ഈ ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ പ്രതികൾ ഉപയോഗിച്ച ഒമ്നി വാനും ബിജുവിന്റെ സ്കൂട്ടറും കസ്റ്റഡിയിലെടുക്കും.
എറണാകുളം കുറുപ്പുംപടി പീഡനത്തിൽ പ്രതി ധനേഷിനായുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് ഇന്ന് സമർപ്പിക്കും. ധനേഷും കുട്ടികളുടെ അമ്മയും നിലവിൽ റിമാൻഡിലാണ്. പീഡന വിവരം കുട്ടികളുടെ അമ്മ അറിഞ്ഞുകൊണ്ടാണ് എന്ന വെളിപ്പെടുത്തലിനെ തുടർന്നാണ് അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, ഈ കസ്റ്റഡി അപേക്ഷ പോലീസ് കൊടുക്കുന്നതേയുള്ളൂ. മുൻപ് സമാനമായ രീതിയിൽ ഇയാൾ ആരെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇയാളുടെ അതിക്രമം കുട്ടികൾക്ക് നേരെ മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്നതുകൂടി വളരെ പ്രധാനമായി ഈ കേസിൽ അറിയേണ്ടതുണ്ട്. അത്തരത്തിലൊരു ക്രൂരമായ നിലപാടാണ് ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ കസ്റ്റഡി എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? എന്താണ് പോലീസിന്റെ പ്ലാൻ? ഈ മുൻപ് ഇയാൾ അത്യാവശ്യം കുഞ്ഞുങ്ങളോട് ഇത്തരത്തിൽ പെരുമാറുന്ന ഒരാളാണെന്നുള്ള സംശയം പോലീസിന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുൻപ് ഇയാളുടെ ഈ തരത്തിലുള്ള ഒരു പ്രീവിയസ് ഹിസ്റ്ററി കൂടി പോലീസിന് അറിയേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കൂട്ടുകാരിക്ക് നൽകിയ കത്തിലൂടെയാണ് ഈ പീഡന വിവരം പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കൂട്ടുകാരിയെ കൂടി വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ അച്ഛൻ ആവശ്യപ്പെടുന്നു എന്ന് മൂത്ത പെൺകുട്ടി സഹപാഠിക്ക് എഴുതി നൽകിയ കത്തിലൂടെയാണ് ടീച്ചർ ഈ കാര്യം അറിയുന്നതും അങ്ങനെയാണ് പീഡന വിവരം പുറത്തറിയുന്നതും. മറ്റു കുട്ടികളെ കൂടി ലക്ഷ്യം വെച്ചുള്ള ഇയാളുടെ നീക്കമാണ് ഈ പീഡന വിവരം പുറത്തറിയാൻ കാരണമായത് തന്നെ. അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള, അതായത് ഈ കുട്ടികളല്ലാതെ മുൻപ് അയാളുടെ ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസിന് അറിയേണ്ടതുണ്ട്. മറ്റേതെങ്കിലും കുഞ്ഞുങ്ങൾ ഇത്തരത്തിൽ ഇയാളുടെ ലൈംഗിക വൈകൃതത്തിന് ഇരയായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസിന് ചോദിച്ചറിയേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ധനേഷിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ, കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കസ്റ്റഡി അപേക്ഷയ്ക്ക് വളരെ പ്രാധാന്യമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ കുറുപ്പുംപടി 10-12 വയസ്സുള്ള സഹോദരിമാരെ പീഡിപ്പിച്ച കേസിലെ നിർണായക വഴിത്തിരിവായത് അതിൽ ഈ ലെറ്റർ തന്നെയാണ്. കുട്ടികളുടെ അമ്മയും ഇതിൽ കേസിൽ പ്രതിയാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം കൂടി ഇതിന് ശേഷം പുറത്തു വരികയുണ്ടായി. കാരണം അമ്മയും ധനേഷും കൂടി മദ്യം നൽകിയാണ് കുഞ്ഞുങ്ങളെ പീഡനത്തിനിരയാക്കിയത് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി. അത് ഈ കുട്ടികളുടെ അധ്യാപിക തന്നെയാണ് പോലീസിന് മൊഴി നൽകിയതും. ആദ്യം കുട്ടികളെ രഹസ്യമൊഴി എടുത്ത ശേഷം വിട്ടയച്ചിരുന്നു. പിന്നീട് അവരുടെ പരീക്ഷയ്ക്ക് ശേഷം അതിൽ വീണ്ടും മൊഴിയെടുക്കാം എന്നുള്ള നീക്കത്തിലായിരുന്നു പോലീസ്. പക്ഷേ ഈ അധ്യാപികയുടെ മൊഴിയെടുത്തപ്പോഴാണ് അധ്യാപികയാണ് ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ മദ്യം കുടിപ്പിച്ചിരുന്നുവെന്ന് മൂത്ത പെൺകുട്ടി ഈ ലെറ്ററുമായി, ഈ കുറിപ്പുമായി ബന്ധപ്പെട്ടുള്ള സംസാരത്തിൽ കുട്ടി ടീച്ചറിനോട് വെളിപ്പെടുത്തിയിരുന്നു എന്ന് പറഞ്ഞത്. പിന്നീട് വീണ്ടും പോലീസ് കുട്ടികളുടെ മൊഴി വീണ്ടും എടുത്ത സാഹചര്യത്തിലാണ് അമ്മയിലേക്ക്, അല്ലെങ്കിൽ അമ്മയുടെ പങ്ക് വ്യക്തമാകുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചത്. തുടർന്നാണ് അമ്മയെയും പോക്സോ ചുമത്തിയും അതുപോലെ പീഡന വിവരം മറച്ചു വെച്ചെന്നുള്ള കാരണം ചുമത്തിയും കുഞ്ഞുങ്ങളെ മദ്യം കുടിപ്പിച്ചു എന്നുള്ള കാരണം ചുമത്തിയും അമ്മയ്ക്കെതിരെ അമ്മയെ അറസ്റ്റ് ചെയ്തതും അമ്മയും ഇപ്പോൾ റിമാൻഡിലാണ്. എന്നാലും കസ്റ്റഡി അപേക്ഷ ഇന്ന് തന്നെ നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാവകാശം മതി എന്നുള്ള പോലീസ് നീക്കം ശരിക്കും കുഞ്ഞുങ്ങളുടെ പരീക്ഷ എന്നുള്ള സാഹചര്യത്തിലേക്കാണ്. എന്നാൽ നിലവിലെ ഒരു CWCയുടെ ഷെൽട്ടർ ഹോമിലാണ് ഉള്ളത്. ശരി, ആജ്ഞയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കണ്ണൂർ മുഴപ്പിലങ്ങാട്ടെ BJP പ്രവർത്തകൻ സൂരജ് കൊല്ലപ്പെട്ട കേസിൽ ശിക്ഷാവിധി ഇന്ന് ഏറെ പ്രധാനപ്പെട്ട ഒരു ശിക്ഷാവിധിയാണിത്. കാരണം CPM പ്രവർത്തകരായ 9 പ്രതികളാണ് ഈ കേസിൽ കുറ്റക്കാരെന്ന് തലശ്ശേരി കോടതി കണ്ടെത്തിയത്. ഇതിൽ TP ചന്ദ്രശേഖരൻ കൊലക്കേസിൽ പ്രതി, TK രജീഷ് ഉൾപ്പെടെയുള്ളവരുണ്ട്. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, എത്രയോ വർഷമായി ബൈജുവിലേക്ക് തിരിച്ചെത്താം. ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. കണ്ണൂർ മുഴപ്പിലങ്ങാട്ടെ BJP പ്രവർത്തകൻ സൂരജ് കൊല്ലപ്പെട്ട കേസിലാണ് ഇന്നിപ്പോൾ ശിക്ഷാവിധി വരുന്നത്. കഴിഞ്ഞ ദിവസം കോടതി ഈ കേസിലെ 9 പ്രതികൾ, ഈ 9 പേരും CPM പ്രവർത്തകരാണ്, ഇവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. TP കേസിലെ പ്രതി TK രജീഷ് ഉൾപ്പെടെയുള്ളവരെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി KT നിസാർ അഹമ്മദ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരുന്നു. ശരി, ബൈജുവിലേക്ക് പിന്നീട് തിരിച്ചെത്താം. മറ്റു വാർത്തകൾ കൂടി നോക്കാം നമുക്ക്.
നാട്ടാന പരിപാലനവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ സ്വീകരിച്ച ഹർജി പ്രത്യേക ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, P ഗോപിനാഥ് എന്നിവർ ഉൾപ്പെട്ട പ്രത്യേക ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച ഹർജികളിൽ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വസ്തുതകൾ മറച്ചുവെച്ചു എന്ന ആക്ഷേപത്തിൽ ഹർജിക്കാരുടെ അഭിഭാഷകർ മറുപടി നൽകും. കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കവേ ഹൈക്കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് സർക്കാരും മറുപടി നൽകും. ഇന്ന് മറ്റൊരു കേസിലും കൂടി കോടതിയുടെ വിധി പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ കോടതിയിൽ നടക്കുന്ന ഒരു ദിവസമാണ്. കാരക്കോണം CSI മെഡിക്കൽ കോളേജിലെ തലവരിപ്പണ കേസിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. പ്രവേശനത്തിന് തലവരിപ്പണം വാങ്ങിയ സംഭവത്തിൽ ED രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ബിഷപ്പ് ധർമ്മരാജ് റസാലം സമർപ്പിച്ച ഹർജിയിലാണ് ഇന്ന് വിധി പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊക്കെ വളരെ ആശങ്കയോടെ കേട്ടൊരു വാർത്തയായിരുന്നു. തൈക്കാട് ശിശുക്ഷേമ സമിതിയിൽ കുട്ടികൾക്ക് 2 കുട്ടികൾ 1.5 മാസത്തിനിടെ മരിച്ചത്. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. 6 കുട്ടികളെ ഇവിടെ നിന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പനിയും ജലദോഷവും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതേസമയം കുട്ടികളുടെ ആരോഗ്യനിലയിൽ ആശങ്ക വേണ്ട, തൃപ്തികരമാണ് സ്ഥിതി എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. കഴിഞ്ഞ ദിവസം 5.5 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ച സംഭവത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ റിപ്പോർട്ടിൽ ആരോഗ്യവകുപ്പ് വിശദമായ അന്വേഷണം നടത്തും. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം എന്തെന്ന് കൃത്യമായി വ്യക്തമാവൂ. അണുബാധ മരണത്തിന് ഇടയാക്കിയെന്നാണ് പ്രാഥമിക നിഗമനം. സംസ്ഥാനത്ത് വീണ്ടും വേനൽ മഴ ശക്തമാവുന്നു. ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. മറ്റ് 10 ജില്ലകളിൽ നേരിയതോ മിതമായതോ ആയ തോതിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അടുത്ത 5 ദിവസം മഴ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. പരമാവധി 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുണ്ട്. പക്ഷേ മഴയുണ്ട് എന്ന് കരുതി സമാധാനിക്കരുത്. അൾട്രാവയലറ്റ് രശ്മികളുടെ സാന്നിധ്യം സംസ്ഥാനത്ത് പലയിടത്തും ഉയർന്ന തോതിലാണ്. പ്രത്യേകിച്ച് ഇടുക്കി, മൂന്നാറിലാണ് ഏറ്റവും കൂടിയ തോതിൽ UV ഇൻഡെക്സ് ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇടുക്കി, മൂന്നാർ, കൊല്ലം, കൊട്ടാരക്കര തുടങ്ങിയ ഇടങ്ങളിൽ UV ഇൻഡെക്സ് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ വളരെ ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ ചെയ്യാൻ. മുൻകരുതലിൻ്റെ ഭാഗമായി രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെ എപ്പോഴും പറയുന്നതാണ്, നേരിട്ട് വെയിലേൽക്കരുത്, ഇഷ്ടം പോലെ വെള്ളം കുടിക്കണം. ഇന്ന് രാവിലെ ന്യൂസ് 18 പുറത്തുവിട്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത. കണ്ണൂർ സെൻട്രൽ ജയിലിൽ പരീക്ഷാ സെൻറ്റർ ഉണ്ടായിരിക്കുമെന്ന്. നമ്മളൊക്കെ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ പരീക്ഷാ സെൻറ്റർ എവിടെയാണെന്ന് നോക്കും, അതിനനുസരിച്ച് അപേക്ഷ സമർപ്പിക്കുമല്ലോ. അങ്ങനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ പരീക്ഷാ സെൻറ്റർ ഉണ്ടായിരിക്കുമെന്ന തെറ്റായ വിവരം നൽകി വിദ്യാർത്ഥികളെ വെട്ടിലാക്കിയിരിക്കുകയാണ് ഇന്ദിരാഗാന്ധി ഓപ്പൺ സർവകലാശാല, അതായത് IGNOU. വെബ്സൈറ്റിലെ വിവരങ്ങൾ പ്രകാരം കണ്ണൂർ സെൻട്രൽ ജയിൽ സെൻറ്ററായി തെരഞ്ഞെടുത്ത 50-ലധികം വിദ്യാർത്ഥികൾക്ക് ഇത്തവണ പരീക്ഷ എഴുതാനാവില്ല എന്നതാണ് സ്ഥിതി. വിദ്യാർത്ഥികൾ നടത്തിയ അന്വേഷണത്തിലാണ് ജയിലിൽ ഇങ്ങനെ ഒരു സെന്റർ ഇല്ലെന്ന് ബോധ്യപ്പെട്ടത്. ജൂൺ മാസത്തിലാണ് ഇന്ദിരാഗാന്ധി ഓപ്പൺ സർവകലാശാലയുടെ MBA 3ാം സെമസ്റ്റർ പരീക്ഷ. കഴിഞ്ഞ 2 സെമസ്റ്ററിലും ഇവർ പരീക്ഷ എഴുതിയത് കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലായിരുന്നു. ഇത്തവണ നിർമ്മലഗിരിയിൽ പരീക്ഷ സെന്റർ ഇല്ല. പകരം സർവകലാശാല വെബ്സൈറ്റിൽ അനുവദിച്ച സെന്ററുകളിലൊന്ന് കണ്ണൂർ സെൻട്രൽ ജയിൽ. യാത്രാ സൗകര്യമടക്കം പരിഗണിച്ച് നിർമ്മലഗിരിയിൽ പരീക്ഷ എഴുതിയ 50-ലധികം വിദ്യാർത്ഥികൾ 1700 രൂപ ഫീസ് അടച്ച് സെൻട്രൽ ജയിൽ പരീക്ഷ സെന്ററായി തിരഞ്ഞെടുത്തു. എന്നാൽ സെൻട്രൽ ജയിൽ പരീക്ഷ സെന്റർ ആകുമോ എന്ന സംശയം തോന്നിയ വിദ്യാർത്ഥികൾ ചിലർ നടത്തിയ അന്വേഷണമാണ് സർവകലാശാലയുടെ പിഴവ് കണ്ടെത്തിയത്. ജയിൽ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ ജയിലിൽ പരീക്ഷാ സെന്റർ ഇല്ലെന്ന് ബോധ്യപ്പെട്ടു. ഫസ്റ്റ് 2 സെം ഞാൻ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിൽ നിന്ന് എക്സാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം കൂത്തുപറമ്പ് എക്സാം സെന്റർ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രജിസ്റ്റർ ചെയ്യാൻ പോയ സമയത്ത് സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമാണ് വരുന്നത്, അതായത് സെൻട്രൽ ജയിലാണ് വരുന്നത്. അപ്പോൾ ഞാനത് കൊടുത്തപ്പോൾ എനിക്ക് 6 സബ്ജക്റ്റിന് അവിടെ സീറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എക്സാം ഫീ അടച്ചിട്ടുണ്ടായിരുന്നു, 1700 രൂപ അടച്ചു. അപ്പോൾ ഇപ്രാവശ്യത്തെ നിയമപ്രകാരം ഒരിക്കൽ എക്സാം ഫീ അടച്ച് രജിസ്റ്റർ ചെയ്താൽ എന്ത് എറർ സംഭവിച്ചാലും പിന്നെ നമുക്ക് റീ ഓപ്ഷൻ ഇല്ല. നമുക്ക് എക്സാം പിന്നെ എഴുതാൻ പറ്റില്ല. അടുത്ത 6 മാസത്തിന് ശേഷം എക്സാം എഴുതാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. നിലവിൽ അപേക്ഷ സമർപ്പിച്ചതിനാൽ 6 മാസം കഴിഞ്ഞ് മാത്രമാണ് അടുത്ത അവസരം. ഇതോടെ ജൂണിൽ നടക്കുന്ന പരീക്ഷ ഇവർക്ക് എഴുതാനാകില്ല. എന്നാൽ വിദ്യാർത്ഥികൾ ബന്ധപ്പെട്ടെങ്കിലും സർവകലാശാല ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പരീക്ഷ എഴുതാനായി നിയമം വഴി ആലോചിക്കുകയാണ് വിദ്യാർത്ഥികൾ. എനിക്ക് 6 സബ്ജക്റ്റ് ഉള്ളത്. 6 സബ്ജക്റ്റ് എനിക്ക് ഒരു കോളേജിൽ നിന്ന് എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ടായിട്ടില്ല. SM കോളേജിൽ നോക്കിയ സമയത്ത് 5 സബ്ജക്റ്റ് മാത്രമേ എഴുതാൻ പറ്റൂ. ഒന്നിന് നമുക്ക് പുറത്ത് പോകണം എന്നാണ് പറയുന്നുണ്ടായത്. എനിക്ക് എന്തായാലും ഇപ്രാവശ്യം എക്സാം എഴുതണം, അല്ലാണ്ട് എനിക്ക് 6 മാസം പോവുക ചെയ്യുന്നത്. ഞാൻ ഈ ഡിസംബറിൽ MBA തീരേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ എഴുതാൻ പറ്റിയിട്ടില്ല. ഞാൻ അടുത്ത ജൂണിൽ എനിക്ക് അടുത്ത എക്സാം എഴുതാൻ പറ്റൂ.
ജൂലൈയിൽ എൻ്റെ MBA കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സുമേഷ് മൊറാഴ, ന്യൂസ് 18 കണ്ണൂർ. എമ്പുരാന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ആരാധകർ. അപ്പോൾ വരവേൽക്കാനുള്ള ആഘോഷങ്ങളൊക്കെ പതുക്കെ തുടങ്ങിക്കഴിഞ്ഞു. മോഹൻലാൽ ആരാധകർ ഫുൾ ഫോമിലാണ്. മോഹൻലാൽ ഫാൻസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ഏരീസ് ഫ്ലെക്സ് തിയേറ്ററിന് മുന്നിൽ പടക്കം പൊട്ടിച്ചും ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചുമൊക്കെ ആഘോഷ പരിപാടികൾ ആരംഭിച്ചു. ഇന്ന് 24 ഇനി വെറും 2 ദിവസം. മാർച്ച് 27 രാവിലെയാണ് എമ്പുരാൻ റിലീസിനെത്തുന്നത്. റിലീസിന് തലേന്ന് വൈകുന്നേരം 6 മണി മുതൽ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന തിയേറ്ററുകളുടെ ഒക്കെ മുന്നിൽ മോഹൻലാൽ ഫാൻസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DJ ആഘോഷങ്ങളൊക്കെ നടത്താനാണ് ഈ ഫാൻസ് സംഘടനകളുടെയൊക്കെ തീരുമാനം. ഇനി IPL വിശേഷങ്ങൾ. IPL-ൽ ഇന്നലെ ആവേശകരമായ പോരാട്ടമായിരുന്നു. ഇന്നലത്തെ 2ാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സ് സൂപ്പർ ജയം നേടി. 4 വിക്കറ്റിനാണ് മുംബൈയെ ചെന്നൈ തകർത്തത്. 156 വിജയലക്ഷ്യം അവസാന ഓവറിൽ ചെന്നൈ മറികടന്നു. ചെന്നൈക്കായി ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദും രച്ചിൻ രവീന്ദ്രയും അർദ്ധ സെഞ്ചുറി നേടി. മുംബൈക്കായി IPL-ലെ ആദ്യ മത്സരത്തിന് ഇറങ്ങിയ മലയാളി താരം വിഘ്നേഷ് പുത്തൂർ 3 വിക്കറ്റ് വീഴ്ത്തി. ഇന്നലെ ഒരു താരോദയമായിരുന്നു വിഘ്നേഷ് പുത്തൂർ ചെപ്പോക്കിൽ ചെന്നൈ ആരാധകരുടെ പോലും കയ്യടി വാങ്ങി. മുംബൈയുടെ താരമാണെങ്കിലും ചെന്നൈ ഫാൻസ് പോലും കൈയടിച്ചു പോയി വിഘ്നേഷിന് വേണ്ടി. 24-കാരനായ ലെഗ് സ്പിന്നറാണിപ്പോൾ ഗൂഗിളിൽ ട്രെൻഡിംഗ് ആയിട്ടുള്ളത്. മത്സരത്തിൽ 3 വിക്കറ്റുകൾ നേടി. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെയും ചെന്നൈ താരം മഹേന്ദ്ര സിംഗ് ധോണിയുടെയും കണ്ണിലുടക്കിയ വിഘ്നേഷ് ആരാണ്? ഈ മലയാളി നിലവിൽ ഇന്ത്യൻ സെർച്ച് ലിസ്റ്റ് അങ്ങനെ കീഴടക്കിയിരിക്കുന്നു. അർദ്ധ സെഞ്ചുറിയിൽ നിൽക്കുന്ന ഋതുരാജ് ഗെയ്ക്വാദിനെ പുറത്താക്കിയപ്പോൾ എല്ലാവരും ആദ്യം ഒന്ന് നോക്കി. പിന്നാലെ ശിവം ദൂബെയും കൂടി പുറത്താക്കിയതിനു ശേഷം ഒന്ന് നോട്ടമിട്ടു. മൂന്നാമത് ദീപക് ഹൂഡയും കൂടെ പുറത്താക്കിയതിനു ശേഷം ചെക്കം കയറി കൊളുത്തി. സോഷ്യൽ മീഡിയയിൽ വിഘ്നേഷ് പുത്തൂരെ സെർച്ച് ചെയ്തിരിക്കുകയാണ് ആളുകൾ എല്ലാവരും. ആരാണ് ഈ 24-കാരനായ മലപ്പുറംകാരൻ? കേരളത്തിൽ നിന്നും വന്ന് മുംബൈ ഇന്ത്യൻസ് ടീമിലേക്ക് എത്തിയ ആ വിഘ്നേഷ് പുത്തൂർ ആരാണ് എന്ന് തിരയുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ. ആദ്യ ഇന്നിംഗ്സിൽ മുംബൈ ഇന്ത്യൻസ് 154 റൺസ് ഹോസ്റ്റ് ചെയ്തതിനു ശേഷം പിന്നാലെ ഇമ്പാക്ട് പ്ലെയറായിട്ട് വന്നതാണ് വിഘ്നേഷ് പുത്തൂർ. അതും രോഹിത് ശർമ്മയ്ക്ക് പകരമായി. വിഘ്നേഷ് പുത്തൂറിന്റെ ആദ്യ ഓവറിലാണ് ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് പുറത്താകുന്നത്. 2ാമത്തെ ഓവറിൽ ശിവം ദുബെയും പുറത്താക്കി. 3ാമത്തെ ഓവറിൽ ദീപക് ഹൂഡയും വിഘ്നേഷ് പുത്തൂർ പുറത്താക്കി. ആരാണ് വിഘ്നേഷ് പുത്തൂർ എന്ന മലപ്പുറംകാരൻ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. KCL-ൽ കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റിപ്പിൾസിന് വേണ്ടിയിട്ടായിരുന്നു വിഘ്നേഷ് പുത്തൂർ കളിച്ചിരുന്നത്. വെറും 3 മത്സരങ്ങളിൽ മാത്രം കളിച്ച് 2 വിക്കറ്റുകൾ മാത്രം സ്വന്തമാക്കി. അച്ഛൻ ഒരു ഓട്ടോറിക്ഷക്കാരൻ, അമ്മ ഒരു ഹൗസ് വൈഫ്. IPL-ൽ ലേലം നടക്കുന്ന സമയത്ത് പോലും വിഘ്നേഷിന് തന്നെ ഒരു ഫ്രാഞ്ചൈസും ടീമിൽ എടുക്കില്ല എന്ന് ഉറപ്പിച്ചിരുന്ന് TV പോലും അടച്ചു പോയിരുന്നപ്പോഴാണ് മുംബൈ ഇന്ത്യൻസ് തന്നെ ബേസ് പ്രൈസായ 30 ലക്ഷം രൂപയ്ക്ക് നിന്ന് എടുത്തതായി വിഘ്നേഷ് പുത്തൂർ മനസ്സിലാക്കുന്നത്. കേരള സീനിയർ ടീമിൽ ഒരു തവണ പോലും വിഘ്നേഷ് പുത്തൂർ കളിച്ചിട്ടില്ല. കളിച്ചതാവട്ടെ അണ്ടർ 14-ലും അണ്ടർ 19-ലുമാണ്. അതിൽ നിന്നാണ് മുംബൈ ഇന്ത്യൻസ് വിഘ്നേഷിനെ എടുക്കുന്നത്. ലെഗ് സ്പിൻ, ഗൂഗ്ലി എല്ലാം തന്നെ ആ ചൈനാമാൻ വേർഷനിൽ നിന്ന് വിഘ്നേഷ് പുത്തൂർ പുറത്തെടുത്തു. പിന്നാലെ ആദ്യത്തെ മത്സരത്തിൽ തന്നെ രോഹിത് ശർമ്മയ്ക്ക് പകരക്കാരനായി ഇമ്പാക്ട് പ്ലെയറായി വിഘ്നേഷ് പുത്തൂർ എത്തുമ്പോഴേക്കും അധികം ആളുകളൊന്നും വിഘ്നേഷ് ഗംഭീരമായൊരു പ്രകടനം കാഴ്ചവെക്കില്ല എന്നാണ് കരുതിയത്. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു വിഘ്നേഷിന്റെ 3 വിക്കറ്റ് പ്രകടനം. മത്സരത്തിൽ ഒരു ഘട്ടത്തിൽ പോലും മുംബൈക്ക് ആധിപത്യം സ്ഥാപിച്ചില്ല എന്ന് പറയാമെങ്കിൽ പോലും മുംബൈക്ക് വളരെയധികം ആത്മവിശ്വാസം നൽകുന്നതായിരുന്നു വിഘ്നേഷ് പുത്തൂറിന്റെ പ്രകടനം. തുടർന്നുള്ള മത്സരങ്ങളിലും മുംബൈക്ക് വേണ്ടി വിഘ്നേഷ് കളിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം അത്രമാത്രം ഇമ്പാക്റ്റ് ആയിരുന്നു വിഘ്നേഷ് ഉണ്ടാക്കിയത്. ആ ഇമ്പാക്റ്റ് എങ്ങനെയായിരുന്നു എന്നല്ലേ, 3 വിക്കറ്റ് എടുത്തത് കൊണ്ട് മാത്രമല്ല, മത്സരത്തിന് ശേഷം മഹേന്ദ്ര സിംഗ് ധോണി വന്ന് വിഘ്നേഷ് പുത്തൂരിനോട് സംസാരിക്കുന്നതിലൂടെ അക്കാര്യം വ്യക്തമായി. വിഘ്നേഷ് ആളുകളുടെ കണ്ണിൽ പെട്ടിട്ടുണ്ട്. അറിയേണ്ടവരുടെ കണ്ണിൽ വിഘ്നേഷ് പുത്തൂർ ഒരൊറ്റ മത്സരം കൊണ്ട് കയറിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. മുംബൈ ഇന്ത്യൻസിന് വേണ്ടി തുടർന്നുള്ള മത്സരങ്ങളിൽ പോലും വിഘ്നേഷ് പുത്തൂറിന് കളിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. തൻ്റെ ഐഡലായി കാണുന്ന കുൽദീപ് യാദവിനെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഏകദേശം അതേ ആക്ഷനിൽ തന്നെയാണ് വിഘ്നേഷ് പുത്തൂരും പന്തെറിയുന്നത്. കാത്തിരിക്കാം തുടർന്നുള്ള മുംബൈ ഇന്ത്യൻസ് മത്സരങ്ങളിലും വിഘ്നേഷ് പുത്തൂർ ഉണ്ടാക്കാൻ പോകുന്ന മാജിക്. ഇന്നലെ ചെപ്പോക്കിലുണ്ടായ താരോദയം മലയാളികളുടെ അഭിമാനം.
നമുക്ക് മറ്റൊരു സഞ്ജുവിൻ്റെ പേരൊക്കെ പറയുന്നത് പോലെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു പേരായി വിഘ്നേഷ് പുത്തൂർ മാറട്ടെ എന്ന് നമുക്കൊക്കെ ആഗ്രഹിക്കാം, ആശംസിക്കാം. ഇനി IPL രാജസ്ഥാൻ റോയൽസിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് ഇന്നലെ മിന്നും ജയമായിരുന്നു. ബാറ്റർമാർ അടിച്ച് തകർത്ത മത്സരത്തിൽ 44 റൺസിനാണ് ഹൈദരാബാദിന്റെ ജയം. 287 റൺസ് വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ രാജസ്ഥാന് നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 242 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. രാജസ്ഥാൻ നിരയിൽ ധ്രുവ് ജൂറലും സഞ്ജു സാംസണും അർദ്ധ സെഞ്ചുറി നേടി. നേരത്തെ ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് ഹൈദരാബാദ് IPL ചരിത്രത്തിലെ തന്നെ രണ്ടാമത്തെ ഉയർന്ന സ്കോർ കുറിച്ചാണ് ഇന്നിംഗ്സ് അവസാനിപ്പിച്ചത്. നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 286 റൺസാണ് ഹൈദരാബാദ് അടിച്ചുകൂട്ടിയത്. ഹൈദരാബാദിനായി ഇഷാൻ കിഷൻ സെഞ്ചുറിയും ട്രാവിസ് ഹെഡ് അർദ്ധ സെഞ്ചുറിയും നേടി. ഇനി ഇന്നത്തെ മത്സരം ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? ഇന്നത്തെ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. ACA ഇന്റർനാഷണൽ സ്റ്റേഡിയം വിശാഖപട്ടണത്ത് രാത്രി 7:30 മത്സരം. ഡൽഹി ക്യാപിറ്റൽസിനെ അക്സർ പട്ടേൽ നയിക്കുമ്പോൾ ഋഷഭ് പന്ത് ലക്നൌ സൂപ്പർ ജയൻസിനെ നയിക്കും. ഇരു ടീമുകളുടെയും സീസണിലെ ആദ്യ മത്സരമാണ് ഇന്ന്. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന ആശംസകൾ നേരാനുള്ള സമയമാണ്. ആഘോഷിക്കുന്നവർക്കുള്ള ആശംസകൾ നേരാനുള്ള സമയമാണ്. തൃശൂർ കുന്നത്തങ്ങാടി സ്വദേശി അരുണിന്റെ പിറന്നാളാണിന്ന്. വീട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ എല്ലാവിധ ആശംസകളും ഒപ്പം ഞങ്ങളുടെയും ബർത്ത്ഡേ വിഷസ് അരുണിന്. അടുത്തത് കൊല്ലം സ്വദേശിയായ ഷിജു ചവറയ്ക്ക് ആശംസകൾ അറിയിക്കാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് മകൾ അദ്വികയാണ്. ഷിജു, ഹാപ്പി ബർത്ത്ഡേ. അദ്വികയുടെ ഒപ്പം ഞങ്ങളുടെയും ആശംസകൾ. ശരി, അപ്പോൾ നമ്മൾ രാവിലെയിൽ തൽക്കാലം ഈ വാർത്തകൾക്കൊക്കെ ഒരു ചെറിയ ഇടവേള കൊടുത്ത് നമ്മൾ പോലീസ് പെട്രോളിലേക്ക് പോവുകയാണ്. എൽദോ പോൾ പുതുശ്ശേരി ചേരും.